സുഹൃത്തുക്കളെ, ഞാനുള്ളത് ഇപ്പോൾ മോസ്കോയിലാണ്. റഷ്യ. അങ്ങനെ ഞാനിവിടുത്തെ MBBS പാസ്സായി. കാർഡിയോതൊറാസിക് സർജറിയിൽ PGയും 5 ഇയർ PGയും പാസ്സായി. ഇപ്പോൾ എനിക്ക് PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അതുവരെ ഞാൻ ഒരു റഷ്യൻ ഫേമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. PG ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങി. ഇപ്പോൾ മോസ്കോയിൽ 2 ക്ലിനിക്കുണ്ട്. ഔട്ട് ഓഫ് മോസ്കോയിലൊരു ഹോട്ടൽ, ഒരു സാനിറ്റോറിയം. ഈ സാനിറ്റോറിയത്തിൽ 40 ബെഡുണ്ട്. അവിടെ നമുക്ക് ഒരു ഡോക്ടേഴ്സും എല്ലാ സ്റ്റാഫുകളുണ്ട്. ക്ലിനിക്കിൽ പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഞാൻ മോഡേൺ മെഡിസിനും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിൻലി നമുക്ക് ആയുർവേദത്തിന് തന്നെയാണ് പ്രൊഫൈൽ ക്ലിനിക്കായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ മോഡേൺ മെഡിസിനും ആയുർവേദം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു രണ്ടിൻ്റെയും നോളജ് എടുത്തിട്ട് മാക്സിമം ഒരു അസുഖത്തെ എങ്ങനെ നന്നായിട്ട് ഡയഗ്നോസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ കേസ് ഷീറ്റിലൊക്കെ നമ്മുടെ കേസ് ഷീറ്റ് മാത്രമല്ല, അതിൻ്റെ കൂടെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട്. ലാബോറട്ടറി ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ എല്ലാ ട്രീറ്റ്മെൻറ്റിന് ശേഷമുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ചെർണോബിൽ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ചെർണോബിൽ അറ്റോമിക് ദുരന്തം ഉണ്ടായത് 1986-ലാണ്. റിയാക്ടർ പൊട്ടി, ആണവ ദുരന്തം. ചെർണോബിൽ ആണവ റിയാക്ടർ പൊട്ടി, ലീക്ക് ഉണ്ടായി. അവിടെയൊക്കെ ആണവ വികിരണം സംഭവിച്ചു. ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. ഒരു വലിയ ദുരന്തമായിരുന്നു. ഹിരോഷിമയുടെ ഒക്കെ ചെറിയൊരു അംശം അല്ലേ. അതുപോലെ തന്നെ യുക്രൈൻ, റഷ്യയുടെ ചില ഭാഗങ്ങൾ, ബെലാറഷ്യ, കുറച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇത് ബാധിച്ചു. ഈ റേഡിയേഷൻ വികിരണങ്ങളെ, അതായത് ആണവ മേഘങ്ങൾ അവിടെയൊക്കെ പോയി ആളുകൾക്ക് പ്രോബ്ലം ഉണ്ടാക്കി. അതുമാത്രമല്ല, നമ്മൾ ട്രീറ്റ് ചെയ്ത് അവിടെ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത ഈ ആണവ ദുരന്തം ഉണ്ടായപ്പോൾ അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനും ആ ഭാഗത്തെ അതിൻ്റെ വികിരണം ഇല്ലാതെയാക്കാനും ആ ലീക്ക് ഒഴിവാക്കാനൊക്കെ ആയിട്ട് കുറേ എൻജിനീയേഴ്സ് പോയി. കുറേ ആളുകൾ ആ സമയത്ത് തന്നെ മരിച്ചുപോയി. പക്ഷേ വികിരണം സംഭവിച്ച് കുറേ മൾട്ടി സിസ്റ്റം ഡിസോർഡർ പറ്റിയ ഒരുപാട് പേഷ്യൻസാണ് നമ്മളടുത്ത് വന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ടൊരു ചോദ്യം, ആണവം ദുരന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യനുണ്ടാക്കിയ ഒരു അസുഖമാണ്. അതിന് എന്തുകൊണ്ട് വളരെ ആൻഷ്യൻ്റായിട്ടുള്ള ഒരു മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ചോദ്യം ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്ന മുമ്പ് തന്നെ നമ്മുടെ പ്രൊഫസർമാരോട് ചോദിച്ചു. ആ കാലത്ത് വരം എന്നുള്ള നല്ലൊരു ഇനീഷ്യേറ്റീവ് കോട്ടയത്തിലുണ്ടായിരുന്നു. അതായത് എല്ലാ ഡോക്ടർമാരും ചേർന്നിട്ട് ഒരു കേസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പ്രോബ്ലം, ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചോ സംസാരിക്കും. അക്കാലത്ത് ഈ ഡോക്ടർമാരൊക്കെ എത്തിച്ചേർന്ന ഒരു നിഗമനമായിരുന്നു, എന്താണെങ്കിലും ഇതിന് ക്ലീനിങ്, അതായത് പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കണം.
ഡീടോക്സിഫിക്കേഷൻ എന്നുള്ള കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ദോഷാടിസ്ഥാനത്തിൽ ചികിത്സിക്കുക എന്നതായിരുന്നു അന്നത്തെ തീരുമാനം. അതനുസരിച്ച് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അതിനൊക്കെ നല്ല മാറ്റം കിട്ടി. ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് ലാബറട്ടറി ഇൻവെസ്റ്റിഗേഷനിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നു. ഡോക്ടേഴ്സിന് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇറ്റ് കോയിൻസിഡൻസ്. പിന്നെ 100 കോയിൻസിഡൻസ് ആയപ്പം അത് കോയിൻസിഡൻസ് അല്ലാതായി മാറി. ഞങ്ങൾ ഇതൊക്കെ കമ്പൈൽ ചെയ്ത് പിന്നെ ഈ സയൻറ്റിഫിക് പേപ്പർ ഉണ്ടാക്കി. അത് പല കോൺഫറൻസിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ കോൺഫറൻസ്, ഇറ്റലി, സൈപ്രസ്, ജർമ്മനി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, പിന്നെ റഷ്യയിൽ, ഇന്ത്യയിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പം പ്രൈവറ്റ് പ്രാക്ടീസ് തുടങ്ങി 2008 മുതൽ സ്വന്തം ക്ലിനിക്ക് നിലവിൽ. ആദ്യം മോസ്കോയിൽ 2 ചെറിയ ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ മോസ്കോ സെൻട്രൽ തന്നെ ഞങ്ങൾക്ക് വലിയൊരു ക്ലിനിക്കുണ്ട്. സാറേ, ഇവിടെ ആയുർവേദം മാത്രമാണോ അല്ലെ മോഡേൺ മെഡിസിൻ അല്ലെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണോ? എങ്ങനെ നിങ്ങളുടെ ഇവിടുത്തെ രീതി? അതെ, ഈ ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫൈൽ ആയുർവേദമാണ്. അതിനാണ് ആളുകൾ വരുന്നത്. പക്ഷെ എൻ്റെ മോഡേൺ നോളജ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതിൽ എല്ലാം ഡയഗ്നോസ് കംപ്ലീറ്റ് നമ്മൾ ആയുർവേദം ഡയഗ്നോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്നോസ് അല്ല, അത് എഴുതുക നമ്മുടെ പെർസ്പെക്റ്റീവാണ്. നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് കിട്ടുന്ന ഇൻഫറൻസ് വെച്ച് എഴുതുന്നതാണ്. പക്ഷെ നമുക്ക് അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ മോഡേൺ, അതാണ് ഞാൻ പറഞ്ഞത്, ചെർണോബിൽ പേഷ്യൻസ് മുതൽ നമ്മൾ തുടങ്ങി വന്ന ആ ഒരു ഇതുണ്ട്. മോഡേൺ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും നമ്മൾ യൂസ് ചെയ്യും. ഇത് ബ്ലഡ് ടെസ്റ്റുകൾ, ഇൻസ്ട്രുമെൻ്റൽ ഇൻവെസ്റ്റിഗേഷൻ, MRI, എല്ലാ പേഷ്യൻസും ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ അതിനുശേഷം അത് കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈവൻ ലാബറട്ടറി ഡിഫറൻസ് കാണാൻ പറ്റും. ലാബറട്ടറി ചേഞ്ചസ് ഒക്കെ എത്ര വന്നിരുന്നു അത് നോർമലൈസ് ചെയ്യാൻ കാണാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഏതെങ്കിലും സിസ്റ്റ് അല്ലെങ്കിൽ നോഡ്യൂൾസ്, തൈറോയ്ഡ് നോഡ്യൂൾസ്, സിസ്റ്റിൻ, ഓവറീസ്, ഇതൊക്കെ കുറഞ്ഞു പോകുന്നതും ഇല്ലാതെ പോകുന്നതും നമ്മൾ അത് ഇത് ചെയ്യും. അങ്ങനെ തന്നെയാണ് പേഷ്യൻസിനെ നമുക്കും അതൊരു വലിയ ഒരു സയൻറ്റിഫിക്. ഇപ്പം സാറേ, നമ്മുടെ നാട്ടിലൊക്കെ ഈ BSc നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞവർക്ക് വല്ല അവസരങ്ങളും മോസ്കോയിലുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സാധ്യതകൾ? അതെ, നമ്മളിപ്പം അവസരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാവേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ അവസരങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പം യൂറോപ്പിലേക്ക്, കാനഡയിലേക്ക് ഒക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ പെർസ്പെക്റ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ റഷ്യക്കാർ ഭയങ്കര സ്കിൽഡാണ്. ലോകത്തിലെ ഏറ്റവും നല്ല IT സ്പെഷ്യലിസ്റ്റുകൾ ഇന്ത്യക്കാർക്ക് കിടനിൽക്കുന്ന ആളുകളാണ് റഷ്യക്കാർ. ഇപ്പോൾ അമേരിക്കയിലൊക്കെ IT സ്പെഷ്യലിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ കഴിഞ്ഞാൽ റഷ്യക്കാരാണ്. അതെ. അപ്പം അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകൾക്ക് ഇവിടെ ഒരുപാട് പെർസ്പെക്റ്റീവ് ഇല്ല. പിന്നെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാംഗ്വേജ് പ്രോബ്ലം. ഇവിടെ അൺസ്കിൽഡ് ആളുകൾക്ക് ധാരാളം പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ സാധാരണ വർക്കേഴ്സായിട്ടും മാനേജേഴ്സായിട്ടും ഇങ്ങനെയായിട്ട് ധാരാളം. കാരണം ഈ രാജ്യം വളരെ വലുതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരുപാട് റിസോഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ധാരാളം. പിന്നെ പെട്രോളിയം, ഗ്യാസ് സിസ്റ്റത്തിലൊക്കെ ധാരാളം ആളുകൾ വേണ്ടി വരും. കാരണം ഇവർക്ക് വർക്കിംഗ് ഫോഴ്സ് കുറവ് തന്നെയാണെന്ന് പറഞ്ഞു. പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഇവിടെ എല്ലാവരും വർക്കിനായിട്ട് വിട്ടിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ റിസോഴ്സിലൊക്കെ ഭാഗങ്ങളൊക്കെ സൈബീരിയ പോലുള്ള തണുത്ത ഭാഗങ്ങളൊക്കെയാണ്. ഈ തണുത്ത ഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ എല്ലാവരും കിട്ടുന്നില്ല. പക്ഷെ ഇവർ കൂടുതൽ സാലറിക്ക് അവിടെയൊക്കെ ആളുകളെ നിയമിക്കാൻ തയ്യാറാണ് നമ്മൾ സന്നദ്ധരാണെങ്കിൽ. അതുപോലെ തന്നെ വെൽഡേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ മണിക്കൂറിനാണ് സാലറി എന്ന് കേട്ടോ. മണിക്കൂറിനാണ് സാലറി ആണെങ്കിലും ഇവിടെ ശരിക്കും ഇപ്പോ കുറെ ആളുകൾ നമ്മളടുത്ത് വന്നിരുന്നു ഇങ്ങനെയൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴൊരു സ്കാൻഡലുള്ള സമയമാണ്. ഫോർ എക്സാമ്പിൾ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ കുറെ ആളുകൾ പിന്നെ പല കരാറും എഴുതിയിട്ട് യുദ്ധത്തിൽ കൊടുന്നു വിട്ടു. വേറെ 2-3 ആൾക്കാർ ഇപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട്. അവരെ വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഉള്ളൊരു സമയമാകുമ്പോൾ നമുക്ക് എവിടേക്കാണ് ഇവർ പോകാൻ പറ്റും. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട്, എനിക്ക് പിന്നെ ഈ ഇങ്ങനെയുള്ള ഇത് നമ്മളെ ബിസിനസ് അല്ല, ഞാൻ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുക്കുന്നവരോടും പറയാറുണ്ട് ഇതിൻ്റെയൊക്കെ ജെന്യൂനിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മളെ നാട്ടിൽ നിന്ന് ആർക്ക് ജോലി കിട്ടുകയാണെങ്കിലും നമ്മളെ നാടിനാണ് ഗുണം. ആ
ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരുപാട് പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ ബിസിനസ് പെർസ്പെക്റ്റീവ് ഇവിടെ അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്കിപ്പം പിന്നെ യുദ്ധം കൊണ്ട് തന്നെ ഇവിടേക്ക് ഒരുപാട് സാങ്ഷൻ വന്നിട്ടുണ്ട്. സാങ്ഷനിൽ ഈവൻ ഇന്ത്യക്ക് പോലും ഫുള്ളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് ലെവലിൽ ചെയ്യാൻ പറ്റും. പക്ഷെ പല കമ്പനികൾക്കും ഇങ്ങോട്ട് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും എത്തിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈവൻ ഡെയിലി നമ്മളെ ഫുഡ് ഐറ്റംസ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിലും ഒരുപാട് ആവശ്യമുണ്ട്. അത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. ഇന്ത്യ എംബസിയുടെ അടുത്തൊക്കെ അതിൻ്റെ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാകാൻ സാധ്യത. ഇല്ലെങ്കിലും ഇങ്ങനെയൊരു പിന്നെ ഇത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ടാപ്പ് ചെയ്യുന്ന ചൈനക്കാരാണ്. ചൈനീസ് കാറുകൾ ഇവിടെ നടന്നു കഴിഞ്ഞു. യൂറോപ്യൻ കാറുകൾക്ക് സാങ്ഷൻ, ചൈനീസ് കാറുകൾ നടന്നു. അതുപോലെ അതിന്റെ എല്ലാ പിന്നെ എക്യുപ്മെന്റ്സും അവിടുന്ന് വരാൻ തുടങ്ങി. ഇന്ത്യക്ക് ഇപ്പൊ ഏറ്റവും വലിയൊരു ഗുണം കിട്ടുകയാണെങ്കിൽ ഇന്ത്യ ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് ഇവിടെ ഡബിളോ ആക്കി മാറ്റിയിട്ടുണ്ട്. പണ്ട് മുതലേ ഇന്ത്യ ഇവിടെ ഒരു പാർട്ണറാണ്. അപ്പൊ ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ് കൂടുതൽ ഡബിൾ ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റൈലിന് ഇവിടെ വലിയ സാധ്യത ഉണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ്സിന്. അങ്ങനെയുള്ള ഇത് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇവിടെ പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ഇപ്പൊ ഉള്ളത് ഇൻഫ്ലേഷനും ഇന്ത്യൻ മണിയേക്കാളും കുറച്ചും കൂടി വീക്കാണ് ഇപ്പം റഷ്യൻ റൂബിൾ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ അത്യാവശ്യം പല കാര്യങ്ങളും ഇവിടുത്തെ പ്രൈസ് വെച്ചിട്ട് മാർജിൻ എന്ന കാര്യം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സ്ഥലം തന്നെയാണ് റഷ്യ എന്നുള്ളത്. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആളുകൾ ഏതൊക്കെ ഫീൽഡിലാണ് അവർക്കിവിടെ വന്നിട്ട് ശരിക്ക് പിന്നെ ഒരു വാക്കം ഉണ്ട്. ഇപ്പം യൂറോപ്പിൽ നിന്ന് വരുന്ന ഇതിൻ്റെ റഷ്യ ഗവൺമെന്റ് പാരലൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് പലതിനെയും വളരെയധികം പിന്നെ ഇതുണ്ട്. എസ്പെഷ്യലി ഇന്ത്യക്കാർ റെസ്റ്റോറന്റ് മേഖല എങ്ങനെ? റെസ്റ്റോറന്റ് മേഖലയും ഉണ്ട്. പക്ഷെ റെസ്റ്റോറന്റ് മേഖല നമ്മുടെ ഇന്ത്യൻ സ്പൈസി ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഇവര്. അതേസമയം ഇവിടെ ഉസ്ബെക്കിയൻ ഫുഡ് അങ്ങനെയുള്ള ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ആർക്കും എന്തും ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പക്ഷെ അല്ലെങ്കിൽ കുറെ അഡാപ്റ്റഡ് ആയിട്ടുള്ള റഷ്യൻ ഫുഡ്, ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡെന്റിസ്റ്റുകൾക്ക് ഇവിടെ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഡിഗ്രി തന്നെ പാസ്സാവണം. ഡെന്റിസ്റ്റുകൾക്ക് സാധ്യത ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഡിഗ്രി പാസ്സാകാനായി അതിന് എത്ര വർഷം എടുക്കും? ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ നാട്ടിലത്തേക്ക് മാറി നമ്മളെ നാട്ടിലിപ്പം ഇവിടുന്ന് പഠിച്ചു പോയാൽ അവിടെ ഒരു എക്സാമിനേഷൻ ആണ്. അങ്ങനെ എന്തെങ്കിലും എക്സാമിനേഷൻ ഉള്ളതായിട്ട് ഇവിടെ കണ്ടെത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ വേറെ ചെയ്യാൻ പറ്റും. ഇവിടെ അവിടുന്ന് UG എടുത്ത് വന്ന് ഇവിടെ PG അങ്ങനെയുള്ള ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മോഡേൺ ഡോക്ടേഴ്സിന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ധാരാളം ഡോക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ അത്ര ഡോക്ടേഴ്സിന് അത്ര വലിയ സാലറി ഇതൊന്നും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇവിടെ ഗവൺമെന്റ് സെക്ടർ വളരെ സ്ട്രോങ്. ഇപ്പം സാറേ ഇപ്പം 10-30 വർഷത്തോളായില്ലേ റഷ്യയില്. ഇപ്പോഴും ഈ ഭൂമി സ്വകാര്യ വ്യക്തിന്റെ ആണോ ഗവൺമെന്റിന്റെ ആണോ? ഇപ്പം ഭൂമി ഒരുപാട് നമുക്ക് വാങ്ങാം. ഈവൻ വേറൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചോണ്ട് നന്നായി. വേറൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് റഷ്യയിൽ. റിയൽ എസ്റ്റേറ്റ് ആണോ? റിയൽ എസ്റ്റേറ്റ് അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് സ്ഥലം 1000-2000 ഹെക്ടർ കൊടുക്കും. അത് കൊടുത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. കൃഷി ചെയ്യാൻ നല്ല കൃഷിഭൂമി കിട്ടും, സബ്സിഡി കിട്ടും. അതിനെ വെച്ചിട്ട് കൃഷി ചെയ്തിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവ് ഭയങ്കരമാണ്. അതിന് ഗവൺമെന്റ് നല്ല ഇത് കൊടുക്കും. അതായത് അഗ്രികൾച്ചർ ഇതിൽ അത്യാവശ്യം നല്ല ഒരു പെർസ്പെക്റ്റീവ് ഉള്ള സ്ഥലമാണ്. അത് കാരണം ഇപ്പോൾ അത്രത്തോളം ഭൂമി വെറുതെ കിടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ആ ഇഷ്ടം പോലുള്ള ഭൂമി പിന്നെ പലതും പണ്ട് തന്നെ ഇവിടെ കളക്റ്റീവ് ഫാംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലുള്ളതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാംസിന്റെ പേരിൽ ഗവൺമെന്റ് പിന്നെ ചില ആളുകളുടെ കയ്യിലായിട്ടുണ്ട്. അവർക്ക് പിന്നെ അത്രത്തോളം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫാമുകൾ ഇവിടെ നന്നായി നടക്കും. അതുപോലെ തന്നെ ഈ ഇവിടെ ഫാംസ്, നമ്മൾ ഫാം എന്ന് പറയുമ്പോൾ അനിമൽ ഹസ്ബൻഡറി ഉണ്ടല്ലോ, അങ്ങനത്തെ ഫാംസ്, അനിമൽ ഫാംസും ധാരാളം നടക്കും.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർ വളരെ മുന്നിലാണ്. നമ്മളെ രാജ്യം സഫീഷ്യൻ്റ് ആണല്ലോ ഇപ്പം ഫുഡിൽ. അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ വേൾഡിന് തന്നെ വേൾഡ് ഫുഡ് സെക്യൂരിറ്റി എന്നൊരു പരിപാടി ഉണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊറോണയിലൊക്കെ കുറച്ച് അനുഭവിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കൊക്കെ പിന്നെ വന്നിട്ട് ഇവിടെ കാരണം അത്രത്തോളം നല്ല കാലാവസ്ഥയാണ്. ഓക്കെ, വിന്റർ സമയത്തൊന്നും ഉണ്ടാക്കാൻ പറ്റും, വിന്റർ അല്ലാത്ത സമയത്ത് തന്നെ ഉണ്ടാക്കിയാൽ മതി. അത്രയും നല്ല മണ്ണുണ്ട്, അത്രയും വാസ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. വീറ്റ് അതുപോലെ പല ഇതും. ഈവൻ ഇവിടുന്ന് ഇപ്പം നമ്മുടെ ചിക്കി ഉണ്ടല്ലോ, റഷ്യന്ന് ഇന്ത്യക്കാണ് കയറ്റുമതി. അങ്ങനെയുള്ള പിന്നെ അത്രത്തോളം സറാത്തോവ് ഏരിയ എന്നൊക്കെ ഉള്ള ഏരിയ ഉണ്ട്, കുറച്ചും കൂടി ഡ്രൈ ആയിട്ടുള്ള ഏരിയ, കുറച്ചും കൂടി വാം ആയിട്ടുള്ള. അതേപോലെ സാറേ എന്താണ് ഇവിടെ പല രാജ്യങ്ങളിലും റേസിസം അങ്ങനെ വരിഞ്ഞു മുറുക്കണം, അങ്ങനെ ഒരു വൈറ്റ് ബ്ലാക്കിനോട് ഒരു ഇല്ല. ഇവിടെ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഇവിടെ കാണാനില്ല. ഇതിന്റെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ സ്കിൻ ഹെഡ് എന്ന് പറഞ്ഞ ഒരു നാസി ഫാസിസ്റ്റ് സംഘടന ഉണ്ടായിരുന്നു. അവർ പിന്നെ ബ്ലാക്ക് ആളുകളെയൊക്കെ അടിക്കുകയായിരുന്നു. പിന്നെ അടിക്കുക, പിന്നെ അല്ലെങ്കിൽ നല്ല ട്രോമയൊക്കെ പറ്റിയ ആളുകൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഈ പുടിൻ ഇങ്ങനെയുള്ള ഫാസിസ്റ്റുകളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ടുണ്ട്. പുടിൻ വന്നതിന് ശേഷം ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ വളരെ ഇതാണ്. ഏത് നൈറ്റിൽ എപ്പോഴും പോവാം, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഈ 90കളിൽ കുറേയൊക്കെ ഞാൻ പറയല്ലോ, ഈ പിന്നെ ഇവിടുത്തെ ഒരു ട്രിമോയിൽ ഉണ്ടായിരുന്നു, പിന്നെ സിസ്റ്റം മാറിയ സമയത്ത്. അതൊക്കെ ഇല്ലാതെ ഇപ്പം അത്യാവശ്യം നല്ല സുരക്ഷയാണ് സ്ത്രീകൾക്കും. നമുക്ക് അങ്ങനെയുള്ള റോബറീസും അതൊന്നും ഇല്ല. പിന്നെ അത് പിന്നെ അങ്ങനെയുള്ള കുറേ ഇതുണ്ട്. പിന്നെ ഈ നിയമപരമായിട്ട് ഇവിടെ എല്ലാം ചെയ്യുകയാണെങ്കിൽ പിന്നെ അൺവാണ്ടഡ് വയലേഷൻ നടത്താഞ്ഞാൽ ഇവിടെ ആരും നിങ്ങളെ മുന്നിലും വന്നിട്ട് ബുദ്ധിമുട്ടിക്കാനോ പീഡിപ്പിക്കാനൊന്നും ഒരുങ്ങില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന നിയമങ്ങൾ നന്നായി പാലിച്ച് ഇവിടുത്തെ നിയമങ്ങൾ പാലിച്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എല്ലാം സുരക്ഷിതം. അതെ, 90കളിലൊക്കെ പലതും നടന്നിരുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെയുള്ള പിന്നെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അപ്പോൾ സാർ നാട്ടിൽ എവിടെയാണ്? ഞാൻ നാട്ടിൽ മലപ്പുറം ജില്ലയിൽ എടവണ്ണ അടുത്ത് മുണ്ടേങ്കര സ്ഥലത്താണ്. സാർ ഇപ്പം എത്ര വർഷമായി ഇവിടെ? അതെ, ഈ പിന്നെ ഈ ഫെബ്രുവരിയിൽ 28 ഇയേഴ്സായി. ഫെബ്രുവരി 7 മോസ്കോയിൽ. അതിൻ്റെ മുമ്പ് ഞാനൊരു വർഷം തിവർ എന്ന് പറഞ്ഞ സിറ്റിയിലുണ്ടായിരുന്നു, പ്രിപ്പറേറ്ററി ഫാക്കൽറ്റി. അപ്പോൾ ഞാനിപ്പോൾ 28 വർഷം ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഫാമിലി എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെ പഠിച്ച റഷ്യക്കാരിയാണ്, ഡോക്ടറാണ്. അവർ മലയാളമൊക്കെ സംസാരിക്കുമോ? വൈഫ് സംസാരിക്കും മലയാളം. അൺഫോർച്ചുനേറ്റ്ലി മക്കൾക്ക് പിന്നെ പഠിച്ചില്ല, അതിൻ്റെ ഒരു ഇതായിരിക്കും. ഞാൻ മക്കള് മലയാളം സംസാരിക്കില്ല, വൈഫ് മലയാളം സംസാരിക്കും, മലയാളം മനസ്സിലാകും, മലയാളം പിന്നെ ഏകദേശം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇനി നാട്ടിൽ നിന്നൊക്കെ വരുന്നവരോട് സാറിന് എന്താണ് ലാസ്റ്റ് പറയാനുള്ളത്? നമുക്ക് സാറ് തിരക്കാണ്, അതുകൊണ്ട് നമുക്ക് ചുരുക്കമാണ്. അതെ, ശരിക്കും പറയുകയാണെങ്കിൽ റഷ്യ വളരെ ഒരു നല്ല കൺട്രിയാണ്. നമുക്ക് റഷ്യക്കാരുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു ഇന്ത്യൻ മെൻറ്റാലിറ്റിയാണ്. അതായത് നമുക്ക് യൂറോപ്യൻസുമായിട്ടുള്ള മെൻറ്റാലിറ്റി കുറച്ച് ഡിഫറെൻ്റാണ്, അമേരിക്കക്കാരൊക്കെ ആയിട്ടുള്ള. പക്ഷേ ഇന്ത്യക്കാർക്ക് ഉള്ള ഒരു മെൻറ്റാലിറ്റി മാതിരിയാണ് ഇവരുടെ മെൻറ്റാലിറ്റി. ഇവർക്ക് ഇന്ത്യക്കാരെ വളരെയധികം ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ കണ്ടീഷനിൽ അത് കൂടുതൽ നന്നായിട്ട് നമ്മൾ വൺ ഓഫ് ദി ഫ്രണ്ട്ലി കൺട്രി എന്നാണ് അവർ പറയാറ്. ഇവിടെ ധാരാളം പെർസ്പെക്റ്റീവ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, റഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഇവിടുത്തെ ഞാൻ പോലും ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ കാണാൻ പറ്റും. സൈബീരിയയിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. ഞാൻ അടുത്ത അതേപോലെ ഏറ്റവും വലിയ ട്രെയിന് സൈബീരിയൻ ആ ദിനം പോയിട്ടില്ല. പക്ഷെ ഇവിടെ യുറാൾ ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ സെൻറ്റ് പീറ്റർബർഗ്, അതിൻ്റെ അപ്പുറത്ത് ഫിൻലാൻഡ് ബോർഡർ, കരേലിയ, ഈ ഏരിയകളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ സൈബീരിയയിൽ പോയിട്ടില്ല, പക്ഷേ യുറാൾ സിറ്റികളിൽ പോയിട്ടുണ്ട്. അൾട്ടായ് എന്ന് പറയുന്നത് പിന്നെ സൈബീരിയക്ക് അടുത്തുള്ള ഒരു ഏരിയ ആണ്, അവിടെ പോയിട്ടുണ്ട്.
അപ്പോൾ സാർ വളരെ സന്തോഷം നമ്മളോട് സംസാരിച്ചതിന്. അതേപോലെ സാറിൻ്റെ ക്ലിനിക്കും നമുക്ക് കാണാം. വളരെ സന്തോഷം നിങ്ങൾ ഈ വളരെ തിരക്കിൻ്റെ ഇടയിലും നമ്മളോട് സംസാരിക്കുക. ഒരുപാട് പേഷ്യൻ്റ് പുറത്ത് കാത്തിരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ സമയത്താണ് സാർ നമ്മളോട് സംസാരിച്ചത്. വളരെ സന്തോഷമുണ്ട് ആരോഗ്യ മേഖലയിൽ. അതേപോലെ വിവിധ ബിസിനസ് അവസരങ്ങളൊക്കെ സാറ് ഈ 30 വർഷത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഷെയർ ചെയ്തത്. വളരെ സന്തോഷം. നമുക്ക് ഈ ക്ലിനിക്കൊന്ന് കാണാം സാർ. താങ്ക് യു.